പ്രകാശ് വർമ്മ. പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാർക്കും മനസ്സിലാകാനായിട്ട് പെട്ടെന്ന് സാധിക്കുകയില്ല. പക്ഷേ തുടരും സിനിമയിലെ ജോർജ് സാർ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകാശ് വർമ്മ എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് സിനിമയിൽ അഭിനയിച്ചില്ല? എന്തൊരു മികച്ച അഭിനേതാവായിരുന്നു, എന്തൊരു മികച്ച ശബ്ദം! ഇത്രയും മികച്ച ഒരു വ്യക്തിയെ കണ്ടെത്തുവാനായിട്ട് ഇത്രയും നാളായിട്ട് ഇവിടുത്തെ സംവിധായകർക്കോ തിരക്കഥാകൃത്തുക്കൾക്കോ സിനിമാ ഫീൽഡിലുള്ളവർക്കോ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പല സോഷ്യൽ മീഡിയയിലും പല മെസ്സേജുകളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരം? പ്രകാശ് വർമ്മ എന്ന വ്യക്തി 27 വർഷമായിട്ട് ഓർത്തോണെ 96, 97, 98 സമയം തൊട്ട് സിനിമാ ഫീൽഡിലുണ്ട് എന്ന് പറയുമ്പോൾ വളരെയധികം അതിശയകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് നമുക്ക് കാണാം. ഇത്രയും വർഷമായിട്ട് 10, 25, 26 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇറങ്ങിയിട്ടില്ല. ഇദ്ദേഹം എത്രയോ സിനിമകളിൽ ചാൻസും നേടി നടന്ന, വെറുതെ ഇരുന്നൊരു വ്യക്തി എന്നല്ല, ചാൻസും തേടി നടന്ന വ്യക്തിയാണ്. എന്നിട്ട് പോലും ഒരു സംവിധായകർ ഇദ്ദേഹത്തിന് അവസരം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട്? നമ്മുടെ പ്രേക്ഷകർ ഇന്ന് തുടരുന്ന സിനിമ കണ്ടിട്ട് പറയുന്ന കാര്യം, ഇദ്ദേഹത്തെ പോലെ ഇത്രയും കഴിവായിട്ടുള്ള വ്യക്തികൾ എന്നേ സിനിമയിൽ വരേണ്ടതായിരുന്നു എന്നാണ്. പക്ഷെ അതിന് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഇവരറിയാത്ത ഒരു കാര്യമുണ്ട്. അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം സിനിമാ ഫീൽഡിലേക്ക് എത്തുകയും സിനിമയിൽ അവസരങ്ങൾ ചോദിച്ച് പല സംവിധായകരുടെ അടുക്കലും, പഴയ കാലത്തിലുള്ള സംവിധായകർ തൊട്ട് പുതിയ സംവിധായകർ വരെയുള്ളവരുടെ അടുക്കിലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹം സിനിമയിൽ ഒരു സിനിമ നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെയും സിനിമാ പ്രവൃത്തി ഉണ്ട്. പക്ഷേ ഇതൊന്നും സാധിക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം പരസ്യ ചിത്രങ്ങളിലേക്ക് പോകാനായിട്ട് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പരസ്യങ്ങൾ നമ്മൾ വളരെയധികം ടി വിയിൽ കണ്ടിട്ടുണ്ട്. വഡാഫോണിൻ്റെ സൂസു എന്ന് പറയുന്ന പരസ്യം വളരെ പ്രശസ്തമായിട്ടുള്ള പരസ്യമാണ്. വളരെയധികം ആളുകളിലേക്ക് എത്തിയിട്ടുള്ള പരസ്യമാണ്. ഷാരൂഖ് ഖാൻ തൊട്ടും പല വ്യക്തികളെയും വെച്ച് പരസ്യ ചിത്രം എടുത്തിട്ടുള്ള വ്യക്തിയുമാണ് ഈ പ്രകാശ് വർമ്മ. പക്ഷേ അദ്ദേഹത്തിന് സിനിമയിൽ അവസരം കിട്ടാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, സിനിമയിൽ അവസരം നേടി അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുന്ന സമയം, ഇൻ്റർവ്യൂ നടത്തുന്ന സമയം അദ്ദേഹത്തിന് വന്നിട്ടിരിക്കുന്ന വലിയൊരു മൈനസ് ഉണ്ടായിരുന്നു. വലിയ മൈനസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മികച്ച അഭിനേതാവാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ എത്ര മികച്ചതാണ്, അഭിനയ ലെവൽ ആകർഷകമാണ്. നമുക്ക് തുടരും സിനിമ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എത്രത്തോളം ആകർഷകമാണ്. എന്നിട്ടും അദ്ദേഹത്തിനെ സിനിമയിലേക്ക് എത്തിക്കാതിരുന്ന ഏറ്റവും വലിയ മൈനസ് പോയിൻ്റാണ് ഇനിയും പറയാൻ പോകുന്നത്. അദ്ദേഹത്തിനെ സംവിധായകർ ഇൻ്റർവ്യൂ ചെയ്തു, അല്ലെങ്കിൽ ആ സിനിമയുടെ അഭിനയ മുഹൂർത്തങ്ങൾ അഭിനയിച്ച് കാണിക്കുവാൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത് എപ്പോഴും പാളിപ്പോകുന്നതായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയ ലെവൽ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റേതായിട്ടുള്ള ലെവലിൽ തന്നെയാണ്. മികച്ച ശബ്ദമാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ആ ശബ്ദം പ്രശസ്തമായിട്ട് നിൽക്കുന്ന ഒരു നടൻ്റെ ശബ്ദവുമായിട്ട്, അല്ലെങ്കിൽ പല നടന്മാരുടെ ശബ്ദ ഗാംഭീര്യവുമായിട്ട് അടുത്ത് നിൽക്കുന്നതായിരുന്നു. ഉദാഹരണത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഷമ്മി തിലകനായിരുന്നു. ഷമ്മി തിലകൻ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം മികച്ച ലെവലിൽ, സിനിമയിൽ ഹൈ ലെവലിൽ നിൽക്കുന്ന സമയമാണ്. നമുക്കറിയാം 2000, 2010, 2020 എന്നൊക്കെയുള്ള നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുപോലെ NF വർഗീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിനയ ലെവൽ, അദ്ദേഹവും ഇതുപോലെ തന്നെ മികച്ച ലെവലിൽ അഭിനയത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അവർ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇത് NF വർഗീസിൻ്റെ അഭിനയമായിട്ട് അല്ലെങ്കിൽ ഷമ്മി തിലകൻ്റെ ശബ്ദവുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടല്ലോ സുഹൃത്തെ, അപ്പോൾ താങ്കൾ ഞങ്ങളുടെ ഈ വേഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കുകയില്ല. കാരണം ഇതേപോലെയുള്ള അഭിനേതാവ് നമുക്ക് നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ താങ്കളെ അഭിനയിപ്പിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ മിമിക്രി ചെയ്യുന്നു, അദ്ദേഹത്തെ കോപ്പി അടിക്കുന്നു. അവർ അത്രത്തോളം തിളങ്ങി നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർ അംഗീകരിക്കുകയില്ല. മാത്രമല്ല സിനിമാ ഫീൽഡിലെ ലോബി എന്ന് പറഞ്ഞാൽ അതിശക്തമാണ്. അവരും അടിച്ചമർത്തും. ഇങ്ങനെയുള്ള ഞങ്ങളുടെ മികച്ച വ്യക്തികൾ, വർഷങ്ങളായിട്ടുള്ള വ്യക്തികളുള്ളപ്പോൾ പുതുതായിട്ട് ഇതേ രീതിയിലുള്ള വ്യക്തികൾ വരേണ്ടതില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. പല പ്രേക്ഷകർ ചോദിക്കുന്നതിനുള്ള മറുപടിയും കമൻറ്റ് ബോക്സിൽ പലരും ചോദിക്കുന്നതാണ്, ഇദ്ദേഹം എന്തുകൊണ്ട് സിനിമയിൽ വന്നിട്ടില്ല, ഇദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാതിരുന്ന മോശമായി പോയില്ല, ഇതിനുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണം. പക്ഷേ ഇന്നെന്താണ് അത് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴെന്താണ് അദ്ദേഹത്തിന് അത് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്. ഷമ്മി തിലകൻ ഇപ്പോൾ ഔട്ടായ ലെവലിൽ തന്നെയാണ്. ഔട്ടെന്ന് പറഞ്ഞാൽ വളരെ വളരെ ചുരുക്കമായിട്ടുള്ള വേഷങ്ങൾ മാത്രമേ ഉള്ളൂ ഷമ്മി തിലകൻ. അതുപോലെ തന്നെ NF വർഗീസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ജീവിച്ചിട്ട് പോലും.
അവരുടേതായിട്ടുള്ള കാലങ്ങൾ കുറേ കാലങ്ങളായിട്ട് മറഞ്ഞ് പോയിരിക്കുന്നതുകൊണ്ട് അവരുടേതായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളും ഇപ്പം ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് കൊണ്ടുമാണ് പ്രകാശ് വർമ്മ എന്ന വ്യക്തിക്ക് ഇപ്പം അഭിനയത്തിലേക്ക് ചാൻസ് വന്നതെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അവർ നിലനിൽക്കുന്ന സമയമായിരുന്നെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ചാൻസ് കിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പ്രകാശ് വർമ്മ എന്ന വ്യക്തിയുടെ ഈ അഭിനയ മുഹൂർത്തം, അനായാസമായ അഭിനയം, ആകർഷകമായ ശബ്ദം, ഇതെല്ലാം കൊണ്ട് തന്നെ ഇനിയും വരുന്ന സിനിമകളിൽ വളരെ മികച്ച വേഷം ഇദ്ദേഹത്തിന് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെയധികമുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് നിസ്സംശയമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇനി ഏതൊക്കെ സിനിമകൾ വരുന്നു അതിലൊക്കെ ഏതെങ്കിലും പ്രധാനപ്പെട്ട വേഷങ്ങൾ, എന്തിന് ഇദ്ദേഹം വില്ലനിൽ നിന്ന് മാറി സഹനടനിലേക്ക് വരാം. ശ്രദ്ധിച്ചോണം, സഹനടൻ എന്നുള്ള ക്യാരക്ടറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.